ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും edu.comന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ 4ാം ക്ലാസ് മലയാളത്തിൽ കേരള പാഠാവലിയിലെ ഭാഗം 1 ഒന്നാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും ക്ലാസ്സൊക്കെ കാണാൻ റെഡി ആയിരിക്കുകയാണല്ലേ? എങ്കിലും നമ്മുടെ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണെന്നറിയോ? ചിറകു വിരിച്ച് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ചിറകു വിരിച്ച് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആ ഒരു യൂണിറ്റിൽ ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത്? 1 മണ്ണാങ്കട്ടയും കരിയിലയും, 2 അരികെ അകലെ. അപ്പോൾ ഈ 2 ചാപ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും കേട്ടോ. മക്കളെ, നിങ്ങൾ പേജ് നമ്പർ 7 എടുത്താൽ ഇവിടെ ഒന്നാമത്തെ ചാപ്റ്റർ ചിറകു വിരിച്ച് എന്ന് ഹെഡിങ് കൊടുത്തത് കണ്ടോ? അത് മാത്രമാണോ നിങ്ങളിവിടെ കാണുന്നത്? അല്ലല്ലേ, വേറെ എന്തൊക്കെ കാണുന്നുണ്ട്? എന്തെല്ലാം ഇവിടെ കാണാം? ഒരുപാട് പിക്ചറുകൾ കാണുന്നുണ്ട് അല്ലേ? ഒരുപാട് ചിത്രങ്ങൾ കാണുന്നുണ്ട്. ആരൊക്കെയാണ് അതിലുള്ളത്? കുട്ടികളുണ്ട്, പിന്നെയോ വീടുണ്ട്, ബസ്സുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, അരുവിയുണ്ട്, പാടം, അങ്ങനെ പല വിധം ഉണ്ടല്ലേ. പിന്നെയോ മുകളിലാണെങ്കിൽ കുട്ടികൾ എന്താ ചെയ്യുന്നത്? മഴവില്ല് കാണാം. പിന്നെയോ മഴവില്ലിൽ ഊഞ്ഞാലാടുന്ന കുട്ടികളെ കാണാം. പിന്നെയോ അമ്പിളി അമ്മാവനെ കാണാം, പക്ഷികളെ കാണാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എവിടെ നിന്ന് നോക്കുന്ന രൂപത്തിലാണ് ഈ ചിത്രം ഉള്ളത്? മുകളിൽ നിന്ന് നോക്കുന്ന രൂപത്തിലാണല്ലേ. മുകളിലെ കാഴ്ചയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ താഴെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയും അല്ലേ? അപ്പോൾ താഴെ നിന്ന് നോക്കുമ്പോഴാണെങ്കിലോ എന്തൊക്കെ കാണാൻ നമുക്ക് പറ്റും? മുകളിലുള്ള കാഴ്ചകളെല്ലാം കാണാം അല്ലേ? അപ്പോൾ മുകളിൽ പല കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ മക്കളും താഴെ നിന്ന് നോക്കുമ്പോൾ മുകളിലുള്ള വ്യൂ എന്ത് ചെയ്യുക? വരയ്ക്കാൻ ശ്രമിക്കണേ. മാത്രം മതിയോ? പോരല്ലേ. ഇതുപോലെ മനോഹരമായിട്ട് നിറം നൽകാനും ശ്രദ്ധിക്കണം. നമുക്ക് മനസ്സിലായില്ലേ, ഈ കുഞ്ഞുങ്ങൾ എവിടെയാണ് കളിക്കുന്നത്? ആകാശത്താണ് അല്ലേ? കുട്ടികൾ ആകാശത്താണ്. എങ്ങനെയാണ് അവരവിടെ എത്തിയിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എങ്ങനെയാണ് അവരെവിടെ എത്തുക? പറന്നിട്ടുണ്ടാവുമോ? അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? സങ്കല്പത്തിൽ ചിറകു വിരിച്ച് പറന്നിട്ട് മുകളിലോട്ട് എത്തിയിട്ടുണ്ടാവും അല്ലേ? നമ്മളെല്ലാവരും ഇതുപോലെ സങ്കല്പിച്ച് പല നാട്ടിലും പോകുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഈ കുട്ടികളും അതുപോലെ സങ്കല്പത്തിൽ എവിടെ എത്തിയതാണ്? ആകാശത്തെത്തിയതാണ്. അല്ലാതെ അവർക്ക് പറക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമോ? ഇല്ല അല്ലേ? ഈ കുട്ടികൾക്കൊക്കെ ഒപ്പം ആരാ ഉള്ളത്? ആരാ കളിക്കുന്നത്? ഒന്ന് നോക്കിക്കേ. കിളികളുണ്ട്, പിന്നെയോ മഴവില്ല്, മേഘങ്ങൾ, ചന്ദ്രക്കല, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ആകാശത്ത് നമുക്ക് പല പ്രവർത്തനങ്ങളും കാണാൻ കഴിയും അല്ലേ? ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും പല ചലനങ്ങളും നടക്കുന്നുണ്ട് അല്ലേ? എല്ലാ കൂട്ടുകാരും പേജ് നമ്പർ 8 എടുത്തേ. പേജ് നമ്പർ 8ലും ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും മനോഹരമായിട്ടുള്ളൊരു ചിത്രം. എന്താ ഇവിടെ കാണുന്നത്? എന്താ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? ഇതെന്താ? ഒരു ബസ്സിൽ യാത്ര പോവുകയാണല്ലോ. ആരൊക്കെയാണ് പോകുന്നത്? കൂട്ടുകാരാണല്ലേ. നമ്മുടെ കൂട്ടുകാരാണോ പോകുന്നത്? ഒരുപാട് കുട്ടികൾ യാത്ര പോവുകയാണല്ലേ. അപ്പോൾ യാത്ര പോകുന്നതിന് നമ്മളൊരു പേര് പറയും. എന്താ? വിനോദയാത്ര അല്ലേ? ടൂറ് പോവുക അല്ലേ? നിങ്ങൾക്കൊക്കെ ടൂറ് പോകാൻ ഇഷ്ടമാണോ? അതുപോലെ ഈ കുട്ടികളും ടൂറ് പോവുകയാണ്, വിനോദയാത്രക്ക് പോവുകയാണല്ലേ. ഈ കുട്ടികൾ ടൂറ് പോകുന്നത് ബസ്സിലാണല്ലേ. എന്ത് ബസ്സാണ്? നോക്കിക്കേ, ബസ്സിൻ്റെ 2 സൈഡിലും ചിറക് പോലെയുള്ള കൈകളുണ്ട് അല്ലേ? ചിറകുള്ള ബസ്സാണ്. താഴെ കണ്ടോ? ചിറകുള്ള ബസ് എന്ന് എഴുതിയ നമ്മുടെ പേജ് നമ്പർ 8ലെ നമ്മുടെ പാഠഭാഗം അല്ലേ? എന്താ ഇവിടെ കാണുന്നത്? താഴെ ഒരുപാട് ആളുകൾ കൈവീശി കാണിക്കുന്നു. കുട്ടികൾ മുകളിൽ നിന്നും താഴെയുള്ളവർ താഴെ നിന്നും എന്ത് ചെയ്യാണ്? കൈവീശി കാണിക്കുകയാണ്. അങ്ങനെയാണ് ബസ്സിന് ചിറക് മുളച്ചതല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ പാഠഭാഗത്തിലോട്ട് പോയാലോ? വാതിൽ. ചിറകുള്ള ബസ്. വിനോദയാത്രക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർക്കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും. ഇവിടെ വായിക്കാം. ചിറകുള്ള ബസ്. വിനോദയാത്രക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർക്കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും. ചിറകുള്ള ബസ് എന്ന ഈ ഒരു വരികൾ ആരാണ് എഴുതിയത്? താഴെ നോക്കൂ. ആരാ എഴുതിയത്? എഴുത്തുകാരൻ്റെ പേരുണ്ട്. ആരാണ്? വിഷ്ണുപ്രസാദ് അല്ലേ? വിഷ്ണുപ്രസാദാണ് ചിറകുള്ള ബസ് എന്ന ഈ വരികൾ എഴുതിയിട്ടുള്ളത്. കൂട്ടുകാരെ, ഇതിൻ്റെ ആശയം നമുക്കൊന്ന് നോക്കിയാലോ? വിനോദയാത്രക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല.
എന്താണ്? ടൂറിന് പോണ ബസ് ഒരു സാധാരണ ബസ്സല്ല. പിന്നെ എങ്ങനെയാണ്? ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കയ്യുകൾ. ജനലുകളിലൂടെ, ഈ ബസ്സിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? നല്ല ഇളം കൈകളാണ്, തളിർ കൈകളാണല്ലേ. അപ്പോൾ അത് ആരുടേത കൈകളായിരിക്കും? കുട്ടികളുടെ കൈകളാണ് അല്ലേ. അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും. അപ്പോൾ ബസ്സിന് മുളച്ച ചിറകുകൾ ആണെന്ന് തോന്നുന്ന രൂപത്തിലുള്ള തളിർ കയ്യുകൾ അതിനുണ്ടെന്ന് പറയുകയാണ്. വരികളുടെ ആശയം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ. താഴെ നിങ്ങൾക്കായി ഒരു ചോദ്യമുണ്ട്, നമുക്ക് നോക്കിയാലോ. ബസ്സിന് ചിറക് മുളക്കുന്നുണ്ടല്ലോ കവിതയിൽ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൂട്ടുകാർക്ക് മനസ്സിലായോ? നമ്മുടെ ബസ്സിന് ചിറക് മുളക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ചിറക് മുളക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷികൾക്കൊക്കെ ഉള്ള പോലുള്ള ചിറകാണോ ബസ്സിന് മുളച്ചിട്ടുള്ളത്? അല്ലല്ലേ. അതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ടായിരിക്കും. എന്താണ്? അത് ചിലപ്പോൾ ബസ്സിൻ്റെ വേഗതയെ സൂചിപ്പിക്കുന്നതായിരിക്കാം. അല്ലെങ്കിലോ കുട്ടികളുടെ ഉത്സാഹത്തെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ യാത്രക്കാരുടെ സന്തോഷം കാണാം. പിന്നെയോ യാത്ര രസമുണ്ടായിരിക്കും. പിന്നെയോ പുതിയ കാഴ്ചകളുടെ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും അല്ലേ. ഇതിനൊക്കെ സൂചിപ്പിക്കുന്നതായിരിക്കും എന്ത്? ബസ്സിന് ചിറക് മുളക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചിറക് മുളക്കുക എന്നുള്ള പ്രയോഗത്തിന് മറ്റൊരർത്ഥം കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത്തരത്തിൽ ചിറക് മുളക്കുക എന്നുള്ള പ്രയോഗമുള്ള ഏതെങ്കിലും സന്ദർഭം കൂട്ടുകാർക്ക് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെക്കുകയും വേണം. ടീച്ചർ 1-2 ഉദാഹരണം പറഞ്ഞുതരാം. അതനുസരിച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ കൂട്ടുകാർ കണ്ടെത്തുമല്ലോ. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞപ്പോൾ നിരാശയായിരുന്ന അവൾക്ക് ടീച്ചറുടെ പ്രോത്സാഹനപരമായ വാക്കുകൾ മുളപ്പിച്ചു. അതോടെ അവൾക്ക് അടുത്ത തവണ മികച്ച വിജയം നേടണമെന്ന ദൃഢനിശ്ചയമുണ്ടായി. ഒരു സന്ദർഭം നോക്കിയാലോ. സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന അവന് വിദേശത്ത് പഠിക്കാൻ സ്കോളർഷിപ്പ് ലഭിച്ചപ്പോൾ ചിറകു മുളച്ചതുപോലെ തോന്നി. തൻ്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ അവനിലുണ്ടായി. നോക്കൂ, വർഷങ്ങളായി ഒരു നല്ല ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവൾക്ക് ഒടുവിൽ പ്രമുഖ കമ്പനിയിൽ നിന്ന് ഓഫർ ലെറ്റർ ലഭിച്ചപ്പോൾ ചിറക് മുളച്ച അവസ്ഥയിലായി. അതോടെ അവളുടെ ജീവിതം മാറി മറിയാൻ പോകുകയാണെന്ന് അവൾക്ക് തോന്നി. മറ്റൊന്ന് നോക്കൂ. ചിത്രരചനയിൽ വലിയ താല്പര്യമുണ്ടായിരുന്ന കൊച്ചുകുട്ടിക്ക് അവൻ്റെ അധ്യാപകൻ അവൻ്റെ ചിത്രങ്ങളെ പ്രശംസിച്ചപ്പോൾ ചിറകുമുളച്ചു. അതോടെ അവൻ കൂടുതൽ ഉത്സാഹത്തോടെ വരക്കാൻ തുടങ്ങി. കണ്ടല്ലോ, ഇതുപോലെ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുമല്ലേ. ഇതൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്ന പ്രയോഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചിറകുമുളച്ച അവസ്ഥ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ് അവിടെ കാണിക്കുന്നത്. പോലെ ധാരാളം സന്ദർഭങ്ങൾ കൂട്ടുകാർ കണ്ടെത്തി എഴുതുമല്ലോ. ഇനി ചിറകൊടിഞ്ഞു എന്നാണെങ്കിലോ, ആ സന്ദർഭത്തിനനുസരിച്ച വരികൾ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ കഴിയുക? ഒന്ന് പറഞ്ഞു നോക്കൂ. ചിറകൊടിയുക എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയാണല്ലേ. അപ്പോൾ അതിനനുസരിച്ച പ്രയോഗങ്ങൾ കൂട്ടുകാർ എഴുതാൻ ശ്രമിക്കണേ. ഇനി നമുക്ക് പേജ് നമ്പർ 7 തന്നെ തിരിച്ചു വരാം. ഇവിടെ ചിത്രങ്ങൾ വർണ്ണിച്ചിട്ട് യഥാർത്ഥത്തിലില്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് എങ്ങനെ പറയാമെന്നൊന്ന് നോക്കിയാലോ. നോക്കൂ കൂട്ടുകാരെ, ഇവിടെ എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്? നമുക്ക് മരങ്ങൾ കാണുന്നുണ്ടോ? മരങ്ങൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു മരത്തെ നമ്മൾ വർണ്ണിച്ചിട്ട് യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് കൂട്ടിച്ചേർത്ത് പറയുക? ചിരിച്ചു നിൽക്കുന്ന മരങ്ങൾ അങ്ങനെ പറഞ്ഞൂടെ? അല്ലെങ്കിൽ വർണ്ണങ്ങൾ ചാലിച്ച മരങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ? പിന്നെന്തൊക്കെ പറയാം? വേറെന്തൊക്കെ കാണുന്നുണ്ട്? കുളിച്ചൊരുങ്ങി നിൽക്കുന്ന വീടുകൾ, പിന്നെയോ മാനത്തെ സ്ലേറ്റിൽ ചിത്രം വരക്കുന്ന പക്ഷികൾ, വർണ്ണങ്ങൾ വാരി വിതറി മനോഹര ചിത്രം മാനത്ത് വരക്കുന്ന മഴവില്ല്. ഇതുപോലെ ഒരുപാട് ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് വർണ്ണിച്ചെഴുതാൻ കഴിയുമല്ലേ. ഈ ചിത്രത്തെ ഇത്തരത്തിൽ കൂട്ടുകാർ വർണ്ണിച്ച് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുമല്ലോ. കൂട്ടുകാരെ, ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തോട്ട് തന്നെ തിരിച്ചു പോയാലോ. നമ്മുടെ കൂട്ടുകാർ സങ്കല്പയാത്ര പോവുകയാണല്ലേ. യഥാർത്ഥത്തിലുള്ളതാണോ ഈ യാത്ര? അല്ലേ, അവർ സങ്കല്പത്തിലാണ് യാത്ര പോകുന്നത്. ചിത്രത്തിൽ ഈ കുട്ടികൾ അവരുടെ കൈയും തലയും എല്ലാം പുറത്തേക്കിടുന്നുണ്ട്. ഇത് ശരിയായ പ്രവൃത്തിയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അല്ലേ. നമ്മൾ ബസ്സിലും മറ്റു വാഹനങ്ങളിലുമെല്ലാം യാത്ര ചെയ്യുമ്പോൾ കയ്യ്, തല, നമ്മുടെ ശരീരഭാഗങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തിടാൻ പാടില്ല. പുറത്തിട്ടാൽ നമുക്ക് അപകടം സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് കയ്യും തലയും ഒന്നും പുറത്തിടരുത് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള സങ്കല്പയാത്രയുടെ ധാരാളം കഥകളും കവിതകളും ഒക്കെ നമുക്ക് ചുറ്റും കിട്ടും.
അത്തരത്തിൽ അവയെല്ലാം കേൾക്കാൻ കൂട്ടുകാർ ശ്രദ്ധിക്കണേ. നമ്മുടെ പുസ്തകത്തിൽ അത്തരത്തിലൊരു യാത്രയുണ്ട്. അപ്പോൾ ഇങ്ങനെ യാത്ര നടത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചത് എല്ലാം കിട്ടണമെന്നില്ല അല്ലേ? പിന്നെയോ ആഗ്രഹിക്കാത്ത പലതും നമുക്ക് കിട്ടിയെന്നും വരും. മണ്ണാങ്കട്ടയും കരിയിലയും ഒരു ദിവസം കളിക്കാൻ പോയ കഥ കൂട്ടുകാർക്കറിയാമോ? അതൊരു കവിതയായിട്ട് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം പൊത്തി കളിക്കാൻ പോയി. മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം പൊത്തി കളിക്കാൻ പോയി. മാനത്തു തുരുതുരെ മഴ വന്നു, മാലോകരെല്ലാരും അമ്പരന്നു. മാനത്തു തുരുതുരെ മഴ വന്നു, മാലോകരെല്ലാരും അമ്പരന്നു. കരിയിലയപ്പോൾ മണ്ണാങ്കട്ടയിൽ കയറിയിരുന്നു കുടയായി, കുടയായി, കുടയായി. മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം പൊത്തിക്കളിക്കാൻ പോയി. മാനം തെളിഞ്ഞു മഴ നിന്നു, മണ്ണിനെ നടുക്കുന്ന കാറ്റു വന്നു. മാനം തെളിഞ്ഞു മഴ നിന്നു, മണ്ണിനെ നടുക്കുന്ന കാറ്റു വന്നു. പേടിച്ചു വിറക്കും കരിയില മേൽ പെട്ടെന്നു മൺകട്ട കയറി നിന്നു, കയറി നിന്നു, കയറി നിന്നു. മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം പൊത്തിക്കളിക്കാൻ പോയി. ചുമ്മാരിയും ആ സമയം ചീറ്റിക്കൊണ്ടു കയർത്തു വന്നു. കാറ്റും മാരിയും ആ സമയം ചീറ്റിക്കൊണ്ടു കയർത്തു വന്നു. മണ്ണാങ്കട്ടയലിഞ്ഞേ പോയി, കരിയില കാറ്റത്തു പറന്നേ പോയി, പറന്നേ പോയി, പറന്നേ പോയി. മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം പൊത്തിക്കളിക്കാൻ പോയി. മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം പൊത്തിക്കളിക്കാൻ പോയി. കൂട്ടുകാരെ, എല്ലാവർക്കും ഈ കവിത ഇഷ്ടമായോ? ഇതുപോലുള്ള സങ്കല്പ കവിതകൾ നിങ്ങളും കണ്ടെത്താൻ ശ്രമിക്കണേ. അത് പാടി നോക്കുകയും വേണം. ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ കാണാം. See you again.